ഫ്രാൻസി ഇതുപോലെ കിച്ചണിലൊക്കെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ബാക്ക് ഡോർ വഴി നേരെ കിച്ചണിലേക്കാ കയറി വരുന്നെങ്കിൽ 2 സ്മോൾ അടിച്ചിട്ടുണ്ടെന്നറിയാം. ഞാൻ കിച്ചണിലായിരിക്കുന്ന അവനറിയാം. പിന്നെ വെജിറ്റബിൾ കട്ട് ചെയ്യലും തേങ്ങ ചെരവലും ഒരു ബഹളം തന്നെ. സിസ്റ്റേഴ്സില് എന്നോടായിരുന്നു ഫ്രാൻസിക്ക് ഏറ്റവും ഇഷ്ടം. മതി മതി മതി, കഥ ഇവിടെ നിർത്താം. നീ പൊടി എവിടുന്ന്? ഞാൻ കരയൊന്നുമില്ല. ബൈക്ക് ആക്സിഡന്റില്ല. സോറി, ഞാനൊരു സൺഡേയുടെ മൂഡ് സ്പോയിൽ ചെയ്തു അല്ലേ? അനന്ത് ലഞ്ചിനുണ്ടല്ലോ. ഇന്ന് ചർച്ച പോണ്ടാന്ന് പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഇന്ന് ലഞ്ചിന് പഴംപുരാണാവും വിളമ്പാന്ന്. ഫ്രാൻസി മരിക്കുമ്പോഴേ ഇവക്ക് 3 വയസ്സാ. ഇവക്ക് കണ്ട ഓർമ്മയൊന്നുമില്ല. അനന്തൂന ഫ്രാൻസിയുടെ സ്വഭാവം കൂടുതലുള്ളത്. കിഷൻ ആ സ്വഭാവം ഒന്നുമില്ല, ടഫ് നേച്ചറാ. എന്നാലും എന്നെ വലിയ സ്നേഹ. എടേ അതൊന്നെടുത്തേ. അത് മമ്മി എന്നെ എടുത്താ മതി, റീസെന്റ് ആവും. കിച്ചുവിന്റെ ഈ ജോലിയും കാര്യങ്ങളും ഒക്കെ മമ്മിക്കറിയും. സത്യം പറഞ്ഞ കൊറേ കാലത്തേക്ക് അറിയില്ലായിരുന്നു. പിന്നെ കിഷൻ തന്നെയല്ല മമ്മിയോട് പറഞ്ഞത്. പറഞ്ഞ അതൊരു വലിയ കഥ തന്നെയാ. ഒരു ദിവസം മാർക്കറ്റ് റോഡിൽ വെച്ചിട്ട് കരിമുട്ടി പോലെയുള്ള മനുഷ്യനെ ഇടിച്ച് പപ്പടാക്കുക കിഷൻ. ഞാൻ കണ്ടുവെന്ന് മനസ്സിലായപ്പോ എന്റെ പിന്നാലെ ഓടി വന്നു. എന്തിനാന്നാ മമ്മിയോട് പറയലെന്ന് റിക്വസ്റ്റ് ചെയ്യാൻ. ഈ രഹസ്യം കൊണ്ട് കുറെ കാലം ഞാൻ ബ്ലാക്ക്മെയിൽ ചെയ്തതാ. സഹികെട്ട ഒരു ദിവസം കിഷൻ തന്നെ എല്ലാ രഹസ്യവും മമ്മിയോട് തുറന്നു പറഞ്ഞു. എന്നെ സഹിക്കുന്നതിനെക്കാട്ടും ഭേദമല്ലേ ഈ കാണിക്കുന്ന മൊരട്ടൊന്നും ഉള്ളിലില്ലാന്നേ. എന്നും മുട്ടുകുത്തുമ്പോ ആദ്യം പ്രാർത്ഥിക്കുന്നത് കിഷന് വേണ്ടിയാ. മമ്മി क्या करती दीदी? अरे ये मुहैयारी है कि इसको 5 ग्राम से ज्यादा नहीं चलता। रात भर एक ही के साथ सोने वाली आज का थोपड़ा तो देखो। अरे बढ़िया बनने वाली यहाँ आई है ये नाटक बंद कर। अरे नहीं तो ये तुझे अरे चमेली इधर तो हाँ ये दीदी ആരോ ഒരു കുറുക്ക് കൊടുത്തു വിട്ടിട്ടുണ്ട്. ആരുടെ അറിയില്ല, ബായിന്റെ കടയിലെ പയ്യൻ കൊണ്ടുവന്നാ. നീ പോയിക്കോ. ആ നിന്റെ നിക്കാഹിന്റെ ഡ്രസ്സൊക്കെ തയ്ച്ചു ഇല്ല, നാളെ വാങ്ങി. ఏమే మొహమ్మద్ నేను కొద్దిగా బయట వెళ్ళి తొందరగా వచ్చేస్తాను. എന്താടാ നീ കേറ്. എവിടെയാ ഇതിന്റെ സ്റ്റാർട്ട് ചെയ്യുന്ന കുന്ത? നീ ഇങ്ങോട്ടിരിക്കും, ഞാൻ എടുക്കാം. എങ്ങോട്ടാ? നമ്മുടെ പഴയ വീട്ടിലേക്ക്. ഞാനിന്ന് അവിടെയാ കിടക്കുന്നത്. വീട്ടിലെന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. എന്ത് പ്രശ്നം? നിലത്ത് കിടക്കണ്ട, നമ്മുടെ പായുണ്ട് ഇവിടെ. ചിലപ്പോഴൊക്കെ എന്നെ ഒന്ന് കാണണമെന്ന് തോന്നും. ഓടി അങ്ങോട്ട് വരാൻ പറ്റുമോ? ഈ കാലന്മാര് തമ്മിൽ തെറ്റുകൊണ്ട് പിന്നെ കാണും. അപ്പോഴൊക്കെ രണ്ടുപേരുടെ കയ്യിലും വല്ല തോക്കോ വടിവാളോ. നട്ടപ്പറ വെയിലത്ത് പരസ്പരം തലയ്ക്ക് നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ട് ഫാൽനിയർ റോഡിന്റെ ഓരം ചേർന്ന് നല്ല നല്ല തമാശകളൊക്കെ പറഞ്ഞ് നമുക്ക് സൗഹൃദം പങ്കുവയ്ക്കാടാ. ഇപ്പൊ ഗോവിന്ദ്ജി തന്നെ അതേ വളിച്ച കോമഡി. ഗോവിന്ദ്ജി ഒരു അവതാരമാടാ. അത് എനിക്ക് അറിയാഞ്ഞിട്ടാ. അതെ അതെ, മടുത്തടാ. ചിലപ്പോ തോന്നും എന്തിനാ ഇപ്പൊ ഇങ്ങനെ ജീവിക്കുന്നതെന്ന്. നിന്നെ കാണുമ്പോ സത്യത്തിൽ എനിക്ക് ബേജാറാ. ഉമ്മ ഇടക്കൊക്കെ സ്വപ്നത്തിൽ വന്ന് ചീത്ത പറയും, നിന്നെ കൂടി വഴിതെറ്റിച്ചു എന്നും പറഞ്ഞു. നീ ഇങ്ങനെ വെറുതെ കിടന്ന് ഓരോന്ന് ആലോചിച്ചിട്ടാ. ചിന്തിക്കരുത്.
അങ്ങനെ പോണം. ചിന്തയാണ് എല്ലാ കുഴപ്പത്തിനും കാരണമെന്ന് ഗോവിന്ദി പറയാറുണ്ട്. സത്യ. ഗോവിന്ദി പറയും, നിനക്കൊക്കെ സത്യമായിട്ട് തോന്നുകയും ചെയ്യും. അതുകൊണ്ടാണല്ലോ അയാൾ ഗോവിന്ദി ആയതും അയാൾ എന്ത് പറഞ്ഞാലും കാരണം അന്വേഷിക്കാൻ നീയൊക്കെ ചാടി പുറപ്പെടുന്നത്. റെഡ്ഡി പറഞ്ഞ പിന്നെ നീ എന്താടാ ചെയ്യുന്നേ? ചെയ്താനെ കിടന്നുറങ്ങാം. ഞാൻ പോവാ. അവിടെ ഇപ്പോ റെഡ്ഡിക്ക് ചേർത്താൻ പിടിച്ചു. ചെൽ. ಲೇಟ್ ಮಾಡು. ಒಂದು ದಿನ ಸ್ಕೂಲ್ ಬೇಗ ಬರೋದೇ ಇಲ್ಲ. ಸರ್ ತಗೊಳ್ಳಿ. ഹലോ. അവന്റെ ഷർട്ടാ. അപ്പൊ നമ്മൾ ഷർട്ടൊന്നും കൊണ്ടുവന്നില്ലായിരുന്നോ? ഓ, ഒന്ന് ക്ഷമിച്ചു കളയുന്നേ. എനിക്കിപ്പോ എന്തിനാ ക്ഷമിക്കാൻ? अरे मर गया बुड्ढा अपुन का बाबा जी. अब कोई जिम्मेदारी नहीं है अपुन को. बिल्कुल आजाद है अपुन. बुढ़े को जल्दी जलाना है. चलता हूँ. എന്താണ് പറഞ്ഞിട്ട് പോയെ? അച്ഛൻ മരിച്ച ഇങ്ങനെ ക്ലിനിക്കൽ ക്ലാരിഫിക്കേഷൻ ഒന്നും ഇല്ലാതെ എങ്ങനെ ദഹിപ്പിക്കുക? കിഷൻ അന്ന് വിചാരിച്ചിട്ട്. ഏതായാലും നമുക്കൊന്ന് നോക്കിട്ട് വരാം. അല്ല വാ. അത് ഹേ എന്നിട്ട് വേണ്ട. വേണ്ട, നമുക്ക് പോവാം. ആ ചെക്കൻ വിവരമില്ലാണ്ട് ഇങ്ങനെ തന്നെ എടുത്തോണ്ട് പോയി ദഹിപ്പിക്കൂ. എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് എന്തിനാ വെറുതെ? ബാ പോവാം. ഓട്ടോ. किशन जी कार है. ഹലോ സർ, ഞാൻ ಹೊರಗಡೆ ಬರ್ತೀನಿ. കിഷൻ ഇപ്പൊ എന്താ വേണ്ടേ? അന്തിട്ട് പോയെന്ന് അറിയണമെങ്കിൽ ഇല്ല. എത്ര നാളായാലും ശരി നിന്നെ കണ്ട് സംസാരിച്ചിട്ട് വീട്ടിൽ പോകുന്നു. കയറി താമസിപ്പിച്ചാ പിന്നെ സമയത്തിന് തീറ്റയൊക്കെ എത്തിച്ചു കൊടുക്കണ്ടല്ലോ. അതൊക്കെ ഞങ്ങളുടെ സൗകര്യം പോലെ ചെയ്യും. എനിക്കും മമ്മിക്കും അന്തിട്ട് നന്നേ ഇഷ്ടായി. അതാ കിഷൻ ഒന്ന് പോയെ. കിഷൻ എന്ത്? കിഷൻ കൈന്ന് വിട്. അതെന്താടി അനന്തുവിനെ മാത്രം അനന്തു ഏട്ടൻ? അതങ്ങനെയാ, ഓരോരുത്തരുടെ സ്വഭാവത്തിന്റെ ഗുണം മാറിയിരിക്കും.